ശുദ്ധമാന വാഴക്കുടപ്പൻ. ഇത് കോഴികൾക്ക് ഇട്ട് കൊടുക്കാം, ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചേട്ടനും ഒരു സെലിബ്രിറ്റി അല്ലേ? വാസൂട്ടൻ അതേ മലമ്പാമ്പിനെ കാണാനില്ല. ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടാവും അല്ലേ ഈ വാഴക്കൂമ്പ്? ജൈവം കുയ്യുക എന്ന് പറഞ്ഞിട്ടാണ്ട് ഉണ്ടാക്കി എടുത്തിട്ട് അതിന് മരം അതറില്ല. അതിന്റെ വെള്ളം ഊറ്റി കളഞ്ഞ ആളുകൾ തല്ലും നമ്മളെ പിടിക്കും. ഇത് എങ്ങനെ ടേസ്റ്റ് എന്ന് പറയട്ടെ. നമ്മുടെ അണ്ടി വറക്കാണ് ചെയ്യുന്നത്. ബോധേടാവേണ്ട ആവശ്യമില്ല. അതിന് കൊതി തുടങ്ങി. ലോകത്തിലെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കൂട്ടാനെന്ന് പറയപ്പെടുന്നു നമ്മൾ കേട്ടോ. ഇത് നമ്മുടെ അണ്ടിച്ചമ്മന്തി എല്ലാം കൊണ്ടും മിന്നിച്ചിട്ട് സാധനം. ഇത് നിങ്ങൾ ഉണ്ടാക്കിക്കോട്ടോ. വാഴക്കുടപ്പം പൊട്ടിച്ചു തരുതേ. വാഴക്കുടപ്പം പൊട്ടിച്ചു നമ്മൾ തേങ്ങ ആയിത്ത കോഴിയിൽ കൊടുക്കാം. ശുദ്ധമാന വാഴക്കുടപ്പൻ. എന്തുടന്ന് സ്കൂൾ തുറന്ന പോലെ തോന്നുന്നു. ആ ശരിക്ക് ഒരു പപ്പക്കായ പൊട്ടിക്കാണ്ട് പഴുത്തത്. അടിപൊളി പപ്പക്കായ നീളൻ. വാ പപ്പക്കായ കൊണ്ട് പൊട്ടിക്കാൻ പോയി. അവർ വേണ്ട കായ പൊട്ടിക്കില്ലേ. നമ്മൾ എത്ര നാൾ നീളൻ അല്ല ഉണ്ടൻ പപ്പക്കായല്ലേ പൊട്ടിച്ചേ. കണ്ട നീളൻ. ഇനി ഒരു വലുതുണ്ടായിട്ടുണ്ട് നോക്കിയേ. കണ്ട വലുത്. എൻ്റെ മോന്തായേക്കാളും വലിപ്പല്ലേ. ശരിക്കും മഴക്കാലം പോലെ കഴിഞ്ഞാ ഉണ്ട്. നീ ഭയങ്കര ചെറുതുകളാ, വലുതായിട്ട് വേണം. ഇത് അവിടെ വേണ്ട കായുണ്ട്. ഇത് അവിടെ ആ വേണ്ട കടക്കണോടത്തല്ല വേണ്ടായ്മ. നീ ഒരു പാത്രത്തിലേക്കട്ടെ. അപ്പൊ ഇതെന്തിനു ഇവിടെ പൊട്ടിച്ച് അവിടെ ചെന്നിട്ട് ബാക്കിയാൽ മതിയായിരുന്നില്ലേ? കൊണ്ടുപോണ്ടേ? അത് ഞാൻ വായുണ്ട് രണ്ടും പിടിച്ച് നടന്നു. ജഗു വേണ്ട കായ എടുത്ത് നടന്നു. ഇത് കോഴികൾക്ക് കൊടുക്കാനാ. അത് കിട്ടുന്നേ. ഇത് ഒരു വേണ്ട കായൻ്റെ സരിതേ. ആ വേണി പൊട്ടിച്ചോ. പാവങ്ങളുടെ ആട്ടിറച്ചി ഇതേ കണ്ട. ഇതിപ്പോൾ ചുവപ്പ് വേണ്ട കേൾക്കണ്ട. പക്ഷെ ടേസ്റ്റ് മറ്റേതാ. ആ ടേസ്റ്റ് മറ്റേതാ പറഞ്ഞോളൂ. ചിലപ്പോൾ നിറച്ചുണ്ടാവും. അത് വലുതാവണതാ എന്നാലും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് ഇതുകൊണ്ടല്ലേ നമ്മുടെ ഈ വാഴക്കുടപ്പല്ലേ, വാഴക്കുടപ്പനും പരിപ്പും ഇട്ട് വയ്ക്കും, പയർ ഇട്ടിട്ട് വയ്ക്കും. കുറേ പരിപാടി. കുടപ്പം നമുക്ക് കിട്ടാറില്ല. നമുക്ക് കായക്കൊലയില്ലല്ലോ. പഴുത്തവണ നല്ലൊരു മികച്ച കായക്കൊല നമുക്ക് കിട്ടി. അയ്യോ ആ കായക്കൊല ഒടിച്ച് കാണിച്ചില്ലേ. ഏത് കായക്കൊല ഒടിച്ചു? നേന്ത്രക്കൊലേ കാണിച്ചില്ലേ നമ്മൾ. ഇത് കോഴികൾക്ക് ഇട്ട് കൊടുക്കാം, ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പിടിക്കാൻ പറ്റുമോ? ഞാൻ എന്തായാലും മിറ്റൊന്ന് അടിച്ച് അവസാനിപ്പിക്കട്ടെ. ഇത് കോഴികൾക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം. ഇന്ന് പണ്ട് നമ്മൾ തേങ്ങ കുടിക്കും അറിയില്ലേ. കോഴികൾക്ക് ഇഷ്ടംപോലെ ജൈവ സാധനങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. ചക്കര വെട്ടിയത് അത് മുഴുവൻ തിന്നോട്ടെ. സുന്ദരിപ്പിടകളെ. നമ്മൾ സാധാരണ തൃശ്ശൂക്കാരെന്ന് പറയണില്ല, കുടപ്പനും പരിപ്പും പിന്നെ അതുപോലെ കുടപ്പൻ പയർ, ഉണക്കപ്പയർ, ഇത് രണ്ടും ഇട്ടിട്ടാണ് സാധാരണ വെക്കാറ്. പരിപ്പിട്ട് വയ്ക്കുന്നതാണ് കൂടുതൽ ഞങ്ങൾക്കിഷ്ടം. എനിക്ക് പയറാ. അതെ, പരിപ്പിട്ടിട്ട് വെക്കുമ്പോൾ ചേട്ടൊന്നും മിണ്ടാണ്ട് കഴിക്കാറുണ്ടല്ലോ. അതിപ്പോൾ ഞാൻ ഏതും കഴിക്കില്ലേ. പയറാണ് ടേസ്റ്റ്. പരിപ്പും ടേസ്റ്റ് തന്നെയാണ്, രണ്ടും ടേസ്റ്റാ. പരിപ്പ് ആദ്യം വേവിക്കാൻ വെക്കട്ടെ കേട്ടാ. ഇതിനെന്തോരം ഈ കളറാക്കണം. ഈ കളർ അതൊക്കെ കളഞ്ഞോ. ഇതിങ്ങനെ ഈ തിരുവനന്തപുരംകാരെ പണ്ട് അമൃത ടി വിയിൽ പണ്ട് രാജ് കലേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ മറ്റേ ഈ പാചകം ഒക്കെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുള്ളത് അവരാണ് ചാനലുകളിലൊക്കെ. അപ്പോൾ അത് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. ഓരോ വീടുകളിലും ഓരോ ആളുകളിലേക്ക് എടുത്തേക്ക് പോയിട്ട് പാചകം ചെയ്യുന്നത്. അപ്പോൾ അതിൽ തിരുവനന്തപുരത്ത് തന്നെ ഒരാൾ ഈ വാഴക്കൊപ്പറ വയ്ക്കുന്നത് കാണിക്കുന്നുണ്ട്. അതിൽ വാഴക്കൊപ്പറയിൽ ഈ കളർന്ന് ആക്കില്ലേ തരുതേ. ഇങ്ങനെ കളർന്ന് ആക്കില്ലേ. കുളിപ്പിച്ച് ഇത് മീതത്തി
ഒന്നുമില്ലാണ്ടായില്ല. ഇത് കോഴികൾക്ക് കൊടുക്കാം. ഇത്ര മതിയില്ലേ? ഇത് മതി നമുക്ക്. ഇല്ല, ഈ സാധനം കളയണം. അത് ഇവിടുന്ന് തലേന്ന് ചെത്തി കളയാം. അല്ല, ഇതും കൂടി കളഞ്ഞാൽ മതി. ഇത് പറഞ്ഞ കൂടിയാ. അപ്പോൾ പിന്നെ കഴിഞ്ഞു. നമ്മൾ കായകൊലത്തിരി കൂടുതൽ നാള് അതുമ്പോൾ നിന്നൂലോ. അപ്പോൾ ഇതിൻ്റെ കുറേ കുടപ്പനകൾ ഇങ്ങനെ പോകുന്നു. അതേ എന്നിട്ട് അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടപ്പൻ്റെ ഈ വലിയ വാഴക്കുടപ്പനായിരിക്കും. വലിയ വാഴക്കുടപ്പൻ്റെ മുകളിലത്തെ 2-3 എടുത്ത് കളയാനുള്ള ബാക്കിയൊക്കെ കൂട്ടാൻ വയ്ക്കാനാണ്. ഞാനത് അന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു ചെറുപ്പൻ ചക്കനായിരുന്നു അത്. മനസ്സിലായി. നമ്മളത് പിന്നെ വെക്കാറുണ്ട് കുരുമുളക് പൊടി ഇട്ടിട്ട്. കുരുമുളക് പൊടി ഇട്ടിട്ട്. ഇതരിഞ്ഞ് അതെങ്ങനെയാണെന്നറിയോ? ഇതിൽ പരിപ്പും പയറൊന്നും ഇടില്ല. ഇതരിഞ്ഞിട്ട് വെളിച്ചെണ്ണ തിരുമ്മി ഇതിൽ കുരുമുളക് പൊടി, ഉള്ളി അരിഞ്ഞിടും. അതന്നെ, ഉള്ളി അരിഞ്ഞതും കുരുമുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്മി പൊത്തി വെക്കും അടുപ്പത്ത്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നിട്ട് ഈ സാധനം അതിലിട്ടിട്ട് പൊത്തി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നാളിരം ചെരുകിതിടും. വേറെ ഒന്നുമില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നത് അത്. നമ്മളതിടയ്ക്ക് വെക്കാറുണ്ട്. അയാളെ പാചകം നല്ല രസമായിരുന്നു കേട്ടാ. രാജ് കലേഷ് ചെയ്തതല്ല കേട്ടാ. അവൻ ഓരോ സ്ഥലങ്ങളിൽ പോയി ചെയ്യുമ്പോൾ ഓരോരുത്തർ ചെയ്ത് കാണിച്ചാണ് ഓരോ വീട്ടിൽ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വരാണെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്പെഷ്യൽ പാചകം ചെയ്ത് കാണിക്കില്ലേ, അതുപോലെ ഓരോരുത്തർ പല സ്ഥലങ്ങളിലേക്ക്. പാലക്കാട് പോയിട്ട് പാലക്കാട് ഒറ്റപ്പാല ഷൊർണൂർ വശത്തേക്ക് പോയിട്ട് അവനൊരു അടപ്രഥമൻ പായസം ഉണ്ടാക്കുന്നത് ഒരു മനയിൽ പോയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊളിഞ്ഞു പരിപാടി. അത് അടയില്ലേ, അടയൊക്കെ കുഴച്ച് ഇങ്ങനെ ഇലയിൽ പരത്തിയിട്ടുള്ള ഒരു അടയിൽ നിന്ന് ഉണ്ടാക്കണത്. അപ്പോൾ പായസത്തിൽ ഒരു 3 ടീസ്പൂൺ പായസം ഉണ്ടായിരുന്നില്ല. അത് ശരിയായില്ലേ? അങ്ങനെ ഒരു പായസം ഉണ്ട്. അപ്പോൾ ഞാൻ നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാൻ അറിയാലോ. ഈ കുടപ്പൻ്റെ ഓർമ്മയുണ്ട്. കുറേ പാചകങ്ങളുണ്ടായിരുന്നു. നമ്മളാദ്യം ഇങ്ങനെ കൊത്തിയരിയ ചെയ്യാറ്. ഈ എന്താ പറയുക, ക്യാബേജൊക്കെ അരിയണ പോലെ ഇങ്ങനെ 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 കൊത്തും. പിന്നെ ഇങ്ങനെ ക്രോസായിട്ട് ചെയ്തിട്ട് അരിയും പൊടിയായിട്ട്. പിന്നെ എനിക്ക് ആരോ ആണ് ഇങ്ങനെ എൻ്റെ അമ്മേനെ ഞാൻ തോന്നുന്നുണ്ട് പറഞ്ഞു ഇതുപോലെ. അതായത് ഇത് നടുക്ക് പൊളിച്ചിട്ട് ഈ സെൻട്രലത്തെ ഈ സാധനം ഇങ്ങനെ എടുത്ത് കളയാം. ഇതേ അന്ന് ആളുടെ പാചകം അത് നല്ല ടേസ്റ്റ് ആയിരുന്നേ. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ എന്നിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേന്ത്രവാഴകളൊന്നും അങ്ങനെ ഇല്ലല്ലോ അധികം. അപ്പോൾ ഇവിടെ പൂവനാണെങ്കിൽ പൂവനും മറ്റുള്ള വാഴ കുടപ്പനൊക്കെ ഇഷ്ടം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൂവൻ്റെ കുടപ്പനൊക്കെ വെച്ച് കൊടുക്കണം അങ്ങനെ അല്ലേ. അത് പൂവൻ്റെ കുടപ്പൻ കയ്പ്പ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആളുകൾ വയ്ക്കാറില്ല. അപ്പോൾ നമുക്ക് വെച്ച് തുടങ്ങിയപ്പോൾ അതിന് കുഴപ്പമില്ല. ഇതൊക്കെ വയറിന് ഏറ്റവും നല്ല സാധനങ്ങളല്ലേ. നമ്പർ 1 സാധനമല്ലേ വയറിന്. വൻകുടലിനും കുടലിനും ആമാശയത്തിനും എല്ലാത്തിനും നല്ലതാണിത്. ഫൈബർ അല്ലേ. എന്നിട്ട് ആൾക്കാരെ ശരിക്കും വാഴയുടെ എല്ലാ സാധനങ്ങളും എന്തോരം ഉപയോഗമുള്ളതല്ലേ. വാഴ എന്ന് വിളിക്കും. ഒന്നിനും കൊള്ളാത്ത വേണം അല്ലേ. അതെ. ആ സിനിമ എടുത്തത് കണ്ടില്ലേ. നമ്മുടെ അരി വെച്ച് തിളച്ചിട്ടുണ്ട് കേട്ടാ. നമ്മുടെ കലാത്തിന്ന് നോക്കിയാൽ ആകെ ഒരു ആലക്കുലത്ത് ടൈപ്പിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഉണങ്ങി ഇതൊക്കെ ഞാൻ വെട്ടിക്കളായിട്ടാ. നമ്മുടെ തോമസ് മംഗലം പറഞ്ഞു, എൻ്റെ ഇവിടെ പെണ്ണുങ്ങളൊക്കെ നല്ല വേഷത്തിലും മറ്റേ ആണുങ്ങളൊക്കെ, അതായത് നമ്മൾ ഒരു ജാതി ഏതോ പഴഞ്ചൻ കാലത്തെ വേഷങ്ങളൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അത്ര കുഴപ്പമില്ലാത്ത ഒരു വേഷം. പെണ്ണുങ്ങൾ മോശം വേഷം, ആണുങ്ങൾ അല്ല, പെണ്ണുങ്ങൾ നല്ല വേഷം, ആണുങ്ങളൊക്കെ മോശം എന്നല്ല ആള് പറഞ്ഞേ. അല്ല, സരിത നല്ല ഡ്രസ്സ് ഇടുന്നു, ദിവസത്തിൽ 3-4 ഡ്രസ്സ് മാറുന്നു. വീട്ടിൽ നിൽക്കുമ്പോൾ ഒരെണ്ണം, വീഡിയോ എടുക്കുമ്പോൾ ഒരെണ്ണം, ഷോപ്പിലേക്ക് പോകുമ്പോൾ അങ്ങനെ മാറി. അജു മാത്രം എന്താ പറയുക, ഇറക്കം കുറഞ്ഞൊരു ബനിയനും ട്രൗസർ ഇട്ടിട്ട് കന്നാസും കടലാസും അവർ വരെ നല്ലതായിടണേന്ന് അതിനേക്കാളും. ചേട്ടൻ്റെ ഡ്രസ്സൊക്കെ ഊരി ഇമ്രാനും ചാർലിക്ക് ഇട്ട് കൊടുക്കാനാ പറഞ്ഞ. തല്ലിപ്പൊളിയാന്ന്. കന്നാസും കടലാസും സിനിമ സ്റ്റാറുകളാ. ചേട്ടനും ഒരു സെലിബ്രിറ്റി അല്ലേ. ഇല്ലാണ്ടല്ല, ഇടാണ്ടാണ് കേട്ടാ ചേട്ടൻ്റെ ആളെ. ഞാനെന്താ വീട്ടിലിപ്പോ നമുക്കിപ്പോ എന്തോട്ട് ഡ്രസ് വേണം പറഞ്ഞാലും കേൾക്കില്ല. നല്ല ഡ്രസ്സ് ഇടാനും പറഞ്ഞാലും കേൾക്കില്ല. ഇതിപ്പോ ഞാൻ ഇട്ടവണ ബനിയില്ലേ, ഇതിപ്പോ ഒരു 5-6 കൊല്ലം പഴക്കമുള്ളതാ അല്ലേ. 6 കൊല്ലം അതിൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എടുത്തില്ല. കല്യാണിന്ന് എടുത്തിട്ടില്ല അല്ലത് ബനീന. അന്ന് 2000 രൂപയുണ്ട് അതിന്. അന്ന് ഈ ബനീന നല്ല വിലയാ. എത്ര നാളായിട്ട് ഇതിന് ഒരു കുഴപ്പം വന്നിട്ട് കണ്ട. അത്ര വിലയായിരുന്നു നമ്മൾ എടുക്കാറില്ല. എന്നിട്ട് US ഇതൊന്നും എഴുതിയോണ്ട് ഞാൻ എപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഇങ്ങനത്തെ സാധനം മീണ്ടുന്നത്.
അപ്പോൾ ഇത് വൃത്തിയാക്കട്ടെ. ഇത് വൃത്തിയാക്കിയിട്ട് ഞാൻ എല്ലാവർക്കും ഭംഗി ഉണ്ടാവണമല്ലോ. കലാത്തിയേനി ഞാൻ മോശമാക്കണില്ലേ. നമ്മുടെ കിണറ്റിൽ വെള്ളം പറ്റി. പക്ഷേ വാസൂട്ടൻ അതായത് മലമ്പാമ്പിനെ കാണാനില്ല. ഏതെങ്കിലും പൊത്തിരി ചിലപ്പോൾ കയറി കിടക്കുന്നുണ്ടാവും. ഇനിയിപ്പോൾ ആൾ ഇവിടുന്ന് രാത്രിക്ക് രായ്ക്ക് രാമാനം സ്ഥലം വിട്ടോന്നും നമുക്കറിയില്ല. സരിത വൃത്തിയായി തുടങ്ങി. തീയിട്ടിപ്പോൾ കലാത്തിയേരല്ല. കത്തി 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 ഇത് വെച്ചോ എന്തിനാ? അരികത്തോടും നല്ലതാണ്. ഇന്നലെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മഴ പെയ്തു. അപ്പോൾ ഇവരൊക്കെ ഇതിലൊക്കെ ഈ വിറകുമ്പിലൊക്കെ ഈർപ്പം തട്ടി. അപ്പോൾ ഒരു നനവുണ്ടാവും. അപ്പോൾ കത്തി പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതിന് കുറച്ച് വെളിച്ചെണ്ണ പരട്ടിട്ട് തിരുമ്മണം. പിന്നെ മറ്റേ മുള്ള് വെച്ചിട്ട് മുള്ളു വെച്ചിട്ട് ഇതല്ല ചെയ്യുക. മുള്ളു വെച്ചിട്ട് ചെയ്യണത് ഈ മറ്റേ ഉണ്ണിപ്പിണ്ടിയാണ്. അതിനുള്ളിൽ വാഴക്കല്ലിയും ഇതും ചെയ്യും. ഇത് ചെയ്യുമോ? ഇതിൻ്റെ ഒന്നും കുഴപ്പമില്ല. ഇതിന് നമുക്കിങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ കിട്ടും നാര്. ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടാവും അല്ലേ ഈ വാഴക്കൂമ്പ്? അല്ല ഇതേ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടാവും എന്ന് പറയാ. വിദേശത്തൊക്കെ സെറ്റിലായവരേ. ആ നമുക്കിപ്പോൾ മാർക്കറ്റിൽ നിന്നൊന്നും വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റില്ല ഈ സാധനം. വീട്ടിലുണ്ടാവണ വാഴക്കുടപ്പനാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഫ്രഷ് എങ്ങനെയും കിട്ടില്ലല്ലോ. ഫ്രഷ് എങ്ങനെയും കിട്ടില്ലല്ലോ. അല്ലടി ഈ മരുന്നടിച്ച് തേങ്ങി കിട്ടുമ്പോഴാ കാര്യം പറഞ്ഞ എന്തോരങ്ങനത്തെ. ലാസ്റ്റ് ഒരു വിധം കഴിഞ്ഞു, വൃത്തിയായി. ഇനി ഓരോന്നോളം കേട്ടെ. ഇത് കമ്പോസ്റ്റ് വേണമെന്നില്ല. ഇത് തീ കത്തിയിട്ട് ഏത് കാലത്താണ് മാർക്ക് ഞാൻ കത്തിക്കാം. വിറകൊക്കെ നനഞ്ഞായാലും ഇതൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്ന സാധനം. തിളച്ചരി അല്ല വെള്ളം അത് തിളച്ചല്ലോ. ഇപ്പം ഏത് കത്തിക്കേണ്ടത്? രണ്ടും. പരിപ്പ് വെന്തൂട്ടാ. അതിലേക്ക് നമ്മുടെ ഈ ഇത് ഇടണം. അരിഞ്ഞ് വെളിച്ചെണ്ണ തിരുമ്പി വെച്ചിട്ടുള്ള കുഴപ്പ. ഇതിലേക്ക് ഉപ്പിടണം കേട്ടോ. ഇനി ഇതിലേക്ക് ഇടാൻ പോണത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടാ, സ്വല്പം. അതിപ്പിയാവും, ഒറ്റാവി മതി. പെട്ടെന്ന് തന്നെ ആവട്ടെ. എന്തുണ്ടാവും നമ്മുടെ ഈ അരി കേട്ടോ അടിപൊളി തിളങ്ങായിരിക്കും. ഈ വെള്ളം ഒഴിക്കുക. ഇത് കാച്ചാൻ തോന്നുന്നു കേട്ടാ. അത് ഇളക്കി നോക്കിയാൽ. അയ്യോ ഇതിൽ ഭയങ്കര വെള്ളം കൂടി. വെള്ളം ഉണ്ടായിക്കോട്ടെ, അത് പറ്റും. ചട്ടിയിൽ നിന്ന് പറ്റും. ഇറക്കി. കമ്പോസ്റ്റിലേക്ക് ഇതെന്തിട്ട് തരുതേ ഇതുമേ. ഞാൻ കൂട്ടാൻ കാച്ചാൻ പോവാ. കൂട്ടാൻ കാച്ചാൻ പോവാന്ന്. ചീഞ്ചട്ടി ചൂടായി. പപ്പടം കാനും കാച്ചണാ? ഞാൻ ചമ്മന്തി അരക്കുന്നുണ്ട്. ചമ്മന്തിൻ്റെ ആക്കുന്നുണ്ട് ഞാൻ. വാ ചമ്മന്തുള്ളി. ഇതിൻ്റെ കാച്ചിൽ കഴിഞ്ഞിട്ട് വേണം ചമ്മന്തി ആക്കണമെങ്കിൽ. വെളുത്തുള്ളി വേണമെങ്കിൽ ഇടാട്ടാ. പക്ഷേ പരിപ്പിട്ടിട്ട് വെക്കുമ്പോൾ ഞാൻ ചുമന്നുള്ളി മാത്രം ഇട്ടിട്ടാണ് കാച്ചാറ്. പയറിട്ടിട്ട് വെക്കുമ്പോൾ വെളുത്തുള്ളി ഉപയോഗിക്കും. കുക്കറിൽ ഒരു വിസിലടുപ്പിക്കുള്ളൂ, ഒരു തുണ്ട് വെള്ളം ഒഴിച്ചിട്ടേ. അപ്പോൾ അതിങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഉതിർന്ന് എടുക്കും കറി, ഈ ഉപ്പേരി. കുത്തിപ്പൊടി മുളക് കിട്ടും. അത് കഴിഞ്ഞു. ഇതിൻ്റെ അപ്പം കൂട്ടി ചേർത്ത് കഴിക്കാനായിട്ട് ചമ്മന്തിൻ്റെ ആയിട്ട് ഞാൻ നമ്മുടെ പണ്ടത്തെ നാടൻ ചമ്മന്തി അതാ പറഞ്ഞത്. കണ്ടാ അപ്പൊ തോമസ് മംഗലം കാണുക. ഇത് പൊട്ട വേഷം. നല്ല എന്തുകൊണ്ടാണ് ചേട്ടൻ പൊട്ട വേഷങ്ങൾ ഇട്ടിട്ട് പണികളൊക്കെ ചെയ്യണേന്നുള്ളത്. ഇങ്ങനെയാവും അല്ലെങ്കിൽ ഡ്രസ്സ്.
അതും ഒരു വെള്ളപ്പൊടി ഉണ്ടാവും ആ അടിഭാഗത്ത് ഇലയുടെ. പപ്പക്കായ മുറിക്കണം സരിത. പപ്പക്കായ ഈ പപ്പക്കായ എങ്ങനെയുണ്ടെന്ന് അറിയാമായിരുന്നു അല്ലേ? മുറിക്കണത് എല്ലാം കൂടിയിട്ടാകുമ്പോൾ നമുക്ക് താങ്ങില്ല. ഇന്ന് മറ്റേ ജ്യൂസ് അടിക്കണ്ടേ? ഇനി വേണ്ട, കഞ്ഞി കുടിക്കപ്പോൾ. മുറിക്കണ ഒരു ചെറിയ കഷ്ണം കഴിഞ്ഞിട്ട് നോക്കിയാലോ അതിൻ്റെ. മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എടുത്തു വയ്ക്കാൻ പറ്റില്ലേ ബാക്കി പീസ് കേട്ടാ? അത് ഫുള്ള് കഴിക്കേണ്ടി വരും. ഫുള്ള് കഴിക്കില്ലല്ല, ഫ്രിഡ്ജിൽ പീസുകളായിട്ട് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ള നമ്മുടെ പപ്പകളല്ലേ, എങ്ങനെയുണ്ടെന്ന് അറിയേണ്ടത് നമുക്ക്. ഇന്നലെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പപ്പായ, അതിനൊരു മധുരം ഉണ്ടായിരുന്നില്ലേ? അതൊക്കെ ഈ റെഡ് ലേഡി ഒരു രസമില്ലേ. നമ്മൾ ജൈവം കുയ്യുവെന്ന് പറഞ്ഞിട്ടാണ്ട് ഒക്കെ ഉണ്ടാക്കി എടുത്തിട്ട് അതിന് മധുരമില്ലേ. അപ്പോൾ പിന്നെ ആളുകൾ പറഞ്ഞു കേൾക്കാം. റെഡ് ലേഡി അല്ലാണ്ട് നാടൻ പപ്പ എവിടെയാ? നാടൻ പണ്ടത്തെ നാടനില്ലേ നാടൻ പപ്പായകള്, അതിനല്ല ടേസ്റ്റ് കൂടുതൽ. ഇതൊന്ന് മുറിച്ചോട്ടെ കേട്ടോ. പഴുക്കണുള്ളൂ. അല്ല ഇനി ആയി കഴിഞ്ഞിട്ട് ഇതിനൊരു ഒരു ചീച്ചൽ വരും. ചീച്ചൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു ഫംഗസ് വരും. ഇതിപ്പോൾ കറക്റ്റാണ്, ഈ പാടുള്ളൂ. ആ ഫംഗസ് വന്നു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഒരു കയറൽ. പിന്നെ എന്തൊട്ട് താങ്ങിന് മൂത്തു വെള്ളടക്കിടണ്ടല്ലോ. വെള്ളം എടുത്തോ. അതിൻ്റെ വെള്ളം കളയാൻ പാടില്ല, ഇത്ര പോഷകാംശമുള്ളതാണല്ലേ. വെള്ളം കിടന്നിട്ട് അതിന് എന്താ കുഴമ്പ് പോലെയാവും. കുഴമ്പ് പോലെ ചെയ്യാൻ മതി. എനിക്ക് അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞാൽ ആളുകൾ തല്ലും നമ്മളെ പിടിച്ച്. നമ്മൾ കളയണ്ട. കണ്ട നല്ല ഭംഗിയുള്ള സാധനമല്ലേ. കുക്കറിൽ നമ്മൾ വെക്കുമ്പോൾ ഉലർന്ന് എടുക്കും. അപ്പോൾ ഇത് കഞ്ഞിക്കാണ് നല്ലത്. ഇതിപ്പോൾ ചോറ് കൂട്ടി കഴിക്കാൻ പറ്റും. ഇപ്പോഴും കഞ്ഞിക്ക് കഴിക്കാം. അല്ല കഞ്ഞിക്കും കഴിക്കാം, വേണമെങ്കിൽ ചോറ് കൂട്ടിയും കഴിക്കാമെന്ന്. പപ്പയമ്മലേ ഒരു കറി ഉണ്ടാവും. അങ്ങനെ നമ്മളിതിനെ ബലണ്ടറി ഇറക്കി വയ്ക്കാന്ന് പറയാം. ഇതേ പൊളിച്ചു കണ്ട. ഇതെങ്ങനെ ടേസ്റ്റ് എന്ന് പറയട്ടെ. ഇതതിൻ്റെ പോലെ ഇല്ല. ഇതോ ചെയ്യുക, ഇതതിൻ്റെ പോലെ ഇല്ല. നല്ല ടേസ്റ്റാ. അതെ. അയ്യോ മുറുക്കുണ്ടാവും. തിന്നോക്ക് തിന്നോക്ക് രസമല്ലേ. മറ്റേ പോലെ തല്ലിപ്പൊളിയിലല്ല. നമ്മളൊരു നാടൻ ചമ്മന്തി കൂടി ഉണ്ടാക്കാൻ പോകട്ടാ. 2 ദിവസം കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ അത് എത്ര ടേസ്റ്റ് തിന്നായിരുന്നു. ഇപ്പോഴും ടേസ്റ്റിന് എന്താ കുറവ്? നിനക്ക് കൂട്ടാൻ മാറ്റി വെച്ചാൽ ഇത് ഇവിടെ കാഴ്ചട്ടിന് തിന്ന് കഴിക്കാൻ പറ്റിയ അതൊന്നും പ്രശ്നമില്ല. കൂട്ടാണ്ട് മാറ്റി വയ്ക്കാം. ഇതാണെങ്കിൽ പ്ലേറ്റിൽ കഴിക്കുക സരിത. നമ്മൾ അണ്ടി ചൂടാൻ പോകണം കേട്ടാ. കശിനണ്ടി നല്ല ടേസ്റ്റുള്ള ഒരു പപ്പായ കേട്ടോ അത്. ഇതും അതിൻ്റെ ഒപ്പം വാങ്ങിച്ച മറ്റേ ഉരുളൻ്റെ ഒപ്പം വാങ്ങിച്ച സാധനം തന്നെയാണ്. പക്ഷേ അതിൻ്റെ പോലെയല്ല. കണ്ട മനോഹരമായിട്ടുള്ള നമ്മുടെ പപ്പായ. നമ്മുടെ അമ്മയ്ക്ക് ഈ പാകത്തിലുള്ള ഇഷ്ടം. അമ്മ എത്ര വേണമെങ്കിലും ഇത് കടിച്ച് മുറിച്ച് തിന്നോളൂ. നമ്മുടെ അമ്മ പ്രായമായവർക്ക് ഇത് ഇഷ്ടമാണ്. നമ്മൾ നന്നായി പഴുത്ത അമ്മയ്ക്ക് അത് ഇഷ്ടമില്ല. പ്രായമായവർക്ക് പഴുത്തല്ല ഇഷ്ടം ഉണ്ടാവുക. പല്ലിന് അങ്ങനെയൊന്നല്ല, എനിക്ക് ഈ ടൈപ്പ് ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടൻ പ്രായമായ പിന്നെയുണ്ട് നമ്മുടെ അണ്ടി വറക്കാനാണ് ചെയ്യുന്നത്. ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അപ്പടി കഴിയും. വേണ്ട ഇങ്ങനെ വറക്കാം. ഇത് സിമ്പിളാണ് വറക്കാൻ. കടപ്പേമ്പടെ ഇരിക്കോട്ടാ. നമ്മുടെ അണ്ടിയിൽ തീ പിടിച്ചു വിട്ടാ. അടുപ്പിൽ ചുട്ട് കഴിഞ്ഞാൽ കുറേ കരിയും. പണ്ട് കാലത്ത് അടുപ്പിൽ നിന്നാണ് ചുട്ടെടുക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ കുറേ പകുതി ഇല്ലധികം കരിഞ്ഞു പോകും. തീ കട്ടൂടരുതാ, തീ വീണ്ടും പിടിക്കും. കണ്ട അതിൻ്റെ ഉള്ളിലേ തീ പിടിക്കുന്നില്ല. പക്ഷേ വെന്തുണ്ട്. വെന്തെന്ന് പറഞ്ഞാൽ കരിഞ്ഞു ഫുള്ളായിട്ട്. തീ പിടിക്കാൻ മറ്റേ അടുപ്പിലാണെങ്കിലല്ലേ ചേട്ടാ തീ പിടിക്കുക. ഇതിലും തീ പിടിക്കുകയൊക്കെ ചെയ്യും. ഇല്ലില്ല, അങ്ങനെയാണ് തീ. എണ്ണ അണ്ടിയുടെ എണ്ണ കണ്ട നോക്കിയേ. തീ കൊടുക്കേണ്ടി വരും. അല്ല നോക്കിയേ, എണ്ണ കണ്ട ഇതിൻ്റെ നിറച്ച്. ഇതാണ് നമുക്ക് പൊള്ളിയോർത്തൊക്കെ പറ്റില്ലേ. കണ്ടത് ഈ സാധനം അവിടെയാണോ അവിടെ മോണേ? അല്ല ഒരു ചട്ട കാണിച്ച് കഴിഞ്ഞാൽ ഞാനത് പശ കാണിച്ചു തരാം. ഓട്ടിലത് ചട്ടിയില്ല പറയാം.
എല്ലാ ഹോട്ടലിലെ ചട്ടിയാലോ അല്ല ഇതാണ് പശ കണ്ട ഈ പശ കത്തും. പൊള്ളിയോടത്ത് പറ്റും പണ്ട് കാലത്ത് പശ. ചൂട് 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 ആ വെന്തുണ്ടല്ലേ കണ്ട. ഭയങ്കര ചൂടാ. പണ്ടിങ്ങനെ കാശിനണ്ടി അവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടിട്ട് അമ്മ കയ്യിൽ കൊടുക്കും ചമ്മന്തിൻ്റെ ആക്കാൻ പറഞ്ഞിട്ട്. അതുകൊണ്ട് ചമ്മന്തിൻ്റെ ആക്കാനായിട്ടേ അമ്മ ചമ്മന്തിൻ്റെ ആക്കി തരും. ഓ എന്തൊരു രസമെന്നറിയോ ചമ്മന്തി. ഈ ചമ്മന്തിക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് തിന്നാനൊന്നും ഉണ്ടാവില്ല, വെറുതെ തൊട്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഇത്രയ്ക്ക് എടുത്തിട്ടില്ലോട്ടോ ഞാൻ കൂടുതലൊന്നും ആക്കിയിട്ടില്ല. ഇതിൻ്റെ ഈ തോടൊക്കെ കളയും. നമുക്ക് മിളക് ചൂടാം. ഇനിയിപ്പോൾ ഈ ചമ്മന്തിയിലേക്ക് മിളക് ചുട്ടെടുക്കണ ചെയ്യുക, അടുപ്പിലിട്ട് ചുട്ടെടുക്കാം. ഇത് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാ ചെയ്യുക. അല്ലല്ല വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല, വെറുതെ കരിച്ചെടുക്കുക. പിന്നെ ഇതിൽ ഉള്ളി ചേർക്കും. ഉള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും ചുട്ടെടുക്കുക ചെയ്യുക. ഇത് പച്ചവട കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ലേ? മതിയാ എന്നാൽ പച്ചവടയാക്കാം. അപ്പോൾ നമ്മൾ കൂടും തോന്നുന്നു. ഏത് ഇത് അത് കൂടുന്ന് കുറയ്ക്കാനായിട്ട് വലിയ എളുപ്പമുള്ള പണി. ഇത് ഇഷ്ടം പോലെ ഉണ്ട് അവിടെ തല്ലി തിന്നോ. അല്ല ഇത് കൂടുതലാന്ന്. കൂടുതലൊന്നല്ല, ഇതെന്തോരം ഉണ്ടായാലും അതിൽ കുഴപ്പമില്ല. ഇതിൻ്റെ മണം കൂടും. അമ്മി മരിച്ചാൽ മതി. അത്യാവശ്യം കരിഞ്ഞിട്ടുണ്ട് കേട്ടോ, വല്ലാണ്ടാണ് കരിക്കുന്നില്ലേ. നീ അരയ്ക്കുക സരിത. അമ്മീമ അരയ്ക്കാട്ടത് അരക്കി പുളിയും കല്ലുപ്പും കൂട്ടിയിട്ട് അരക്കി. അഞ്ഞിട്ട് കളഞ്ഞേ. പുളി കൊണ്ടുവന്നിട്ടുണ്ട്. പുളി കൊണ്ടുവന്നുണ്ട്, പുളി തരാം. അഞ്ഞിട്ട് കളഞ്ഞോ. ചൂടാറിയിട്ട് മതി. ഇപ്പുറത്തേൽ കനലുണ്ട്, അപ്പോൾ ഈ അരി ഇപ്പുറത്തെ വെക്കുന്നുണ്ട് കേട്ടാ. പുളിയിട്ടെ, പുളിയിൽ കിടന്നായിരുന്നോട്ടെ. ഇത് ഒരു പൊട്ട് പുളിയിട്ടാ. പിന്നെ ഒരു സ്വല്പം കല്ലുപ്പ് തന്നെ വേണം കേട്ടോ. ഇതൊക്കെ കൂടിയിട്ട് അരയ്ക്കുക. തോടുണ്ടല്ലോ, ഒരെണ്ണം മാത്രമാണ് ഭംഗിയിൽ തൊലി കളഞ്ഞ് കിട്ടിയത് തേങ്ങ. എന്തിനാ ഭംഗിയിൽ കിട്ടിയിട്ട് കുത്തി പൊടിക്കാളല്ലേ? അല്ല, അത് ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു മാനസിക സംതൃപ്തിയില്ലേ. പണ്ട് അമ്മ അരയ്ക്കുമ്പോഴേ, അമ്മ ഇങ്ങനത്തെ ചമ്മന്തി അരയ്ക്കുമ്പോഴേ, അത് കോഴിപ്പലമ്പലാണ്, അമ്മീമ്പലെന്നല്ല. അരയ്ക്കുമ്പോൾ നമ്മൾ നോക്കി വെക്കും ഇങ്ങനത്തെയൊക്കെ കിട്ടാനായിട്ടും അതിൽ നിന്നൊരു ഇതൊക്കെ ആയിട്ട്. മൂത്ത ആളുകളൊന്നും വലിയവരൊന്നും വന്ന് നിൽക്കില്ല, അമ്മീൽ അവിടെ നിന്ന് നിൽക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വിളമ്പി കഴിഞ്ഞിട്ടേ മറ്റുള്ളവർക്ക് കിട്ടുള്ളൂ. അത് തന്നെ അവർക്ക് അതിനെ കുറിച്ചിട്ട് എന്താ പറയുക, ബോധേടാവേണ്ട ആവശ്യമില്ല. അവർക്കുള്ളത് വലിയ പിഞ്ഞാണത്തിലൊക്കെ ശരിയാക്കി സെറ്റാക്കി കൊടുക്കും. താഴോട്ട് പോകും തോറും ഒന്നും കിട്ടാണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അധികമുള്ള പോലെ തോന്നുന്നില്ലേ? ഏത് അണ്ടിപ്പരിപ്പാ? അത് കുഴപ്പമില്ല, നന്നായിട്ട് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണം കൂടുതൽ നിൽക്കണം. അതല്ലേ എന്ത് രസമായി ചമ്മന്തി എന്നറിയോ അന്ന്. ഇപ്പം എങ്ങനെയുണ്ടെന്ന് അറിയില്ലേ. അന്ന് ഇതൊക്കെ നല്ലോണം അരയ്ക്കണോ? നല്ലോണം അരയ്ക്കും. പൊടി ഇങ്ങനെ എടുക്കാൻ പൊടി എടുക്കില്ല. എന്നിട്ട് തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഒരു പിഞ്ഞാണ് എടുത്തോണ്ടിരാം. പിഞ്ഞാണം അല്ല, മറ്റേ വെള്ള പ്ലേറ്റ് എടുക്കാം. അതിലേക്ക് ചമ്മന്തി ആക്കുമ്പോഴല്ലേ ഭംഗിൻ്റെ. ഒരു കഞ്ഞി ഊറ്റിക്കുക. പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. പച്ച വെളിച്ചെണ്ണ അതിലേക്ക് ആക്കിയിട്ട് വേണമെങ്കിൽ വേണ്ട, അതിലേക്ക് ഇട്ടതിന് ശേഷം ആക്കിയാൽ മതി. ഉപ്പൊന്നും നോക്കണ്ട, ഒരു കല്ലുപ്പാണ് ഇട്ടത്. നമുക്ക് അതിൻ്റെ ഉപ്പ് ഇത്തിരി കുറവായിരിക്കില്ല. ഉപ്പ് ഇത്തിരി കുറവായിരിക്കും തോന്നുന്നു. നോക്കിക്കോ, എടുത്ത് നോക്കിക്കോ. എല്ലാം കൊണ്ട് അടിപൊളി. ഒരു കല്ലുപ്പിടാം. കുറവൊന്നും പറയാനും പറ്റില്ല. 2 തരി ഉപ്പും കൂടി ഇടണം. ഉപ്പ്
പുളിയൊക്കെ കറക്റ്റാണ്. ഇപ്പോൾ ഇത് ഒരു വട്ടം കൂടി ഒന്ന് കൂടി അരച്ചാൽ അരച്ചെടുക്കുക, ഉപ്പെല്ലാം അടുത്തിയാവാൻ. ഇതൊക്കെ ചമ്മന്തി മതിയായിൻ്റെ ആവും. ഇത്രയ്ക്ക് ചമ്മന്തി ഒന്നും ഉണ്ടാവില്ലേ 10 ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഇത്രയ്ക്ക് ചമ്മന്തി കൂടി ഉണ്ടാവില്ലേ. കോരി വില അരിക്കുമ്പോഴേ ഇപ്പോൾ 2-3 പേർക്കുള്ള ചമ്മന്തിയാണിത്. അതൊരു കൊതിയായി തുടങ്ങി. അമ്മിയൊക്കെ പാടിച്ചു നിൽക്കും നമ്മൾ. അമ്മി ബാക്കാണെങ്കിലേ ഇങ്ങനത്തെ ചമ്മന്തിക്കിൻ്റെ ആകുമ്പോഴേ വീടുകളിൽ ഇതിലേക്ക് ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. മിക്സ് ചെയ്തോ. ഇത് മതിയോ വെളിച്ചെണ്ണ? വേണമെങ്കിൽ ഒരു പൊട്ട് കൊണ്ട് ഒഴിക്കാം. മതി. ഇതുണ്ടാക്കാം, ടീസ്പൂൺ ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ പഴയ കാല ഒരു ചമ്മന്തിയിട്ടാ സെറ്റായി. കഞ്ഞി കുടിക്കാൻ കഞ്ഞി വേണമെന്നല്ല പറഞ്ഞ. ചോറ് മതി. ഈ പ്ലേറ്റിലേക്ക് കണ്ട് ഊറ്റിക്ക്. അധികം വേണ്ട. അവൻ വരും. അവൻ അങ്ങനെ ജഗ്ഗുവിന് ആവശ്യം ഉണ്ടാവില്ല. അവൻ അവിടെ രാവിലെ അല്ല ഞണ്ട് അവിടെ നിന്ന് ജ്യൂസ് കുടിക്കണ കാരണം. ഇതിപ്പോൾ ഞാൻ ഒരു പപ്പായ തിന്നില്ല. മതി ഒന്ന് പുറത്ത് കുറച്ച് ഇപ്പോൾ വേണ്ട, ഇത്രയ്ക്കധികം വേണ്ട. ഇപ്പം തന്നെ അധികം ഞാൻ പപ്പായ ഇനി പപ്പായ കുറേ തിന്നണ്ടേ. ഇത് മതിയാ? അത് മതി. ചൂടാറി കഴിഞ്ഞ് നമുക്ക് ചമ്മന്തി കൂടി കഴിക്കാം. നമ്മുടെ ചോറിലേക്ക് നമ്മുടെ കൂട്ടാൻ എടുക്കാൻ പോകും കേട്ടോ. ഇത് ലോകത്തിലെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള കൂട്ടാനെന്ന് പറയപ്പെടുന്നു നമ്മൾ കേട്ടോ. പ്രോട്ടീൻ ഉണ്ട്, പരിപ്പ് എന്ന് പറയുമ്പോൾ പ്രോട്ടീൻ ഉണ്ട്, മറ്റേലാകുമ്പോൾ ഫൈബർ ഉണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ അണ്ടിച്ചമ്മന്തി. കൈമല അപ്പടി അണ്ടിയിലെ കറയാക്കണ്ട. ഇത് അതായത് അവിടെ കിടക്കുന്ന നീ ഇതുകൊണ്ട് ഉരുള കൂട്ടിയിട്ടുണ്ട് തിന്നെ. ഫസ്റ്റ് ഉരുള എനിക്ക് തന്നെ. ഇത് തൊട്ട് ചമ്മന്തി തന്നെ നോക്കിയേ. ധൈര്യം എടുക്കുന്നോ? ഇഷ്ടം പോലെ തന്നെ. ചമ്മന്തി മാത്രം മതി. ഒരു ലോഡ് കഞ്ഞി കുടിക്കാൻ പറ്റും അല്ല ജഗ്ഗോ? എല്ലാം കൊണ്ടും മിന്നിച്ചിട്ട് സാധനം. ഇത് നിങ്ങൾ ഉണ്ടാക്കിക്കോട്ടെ. വാഴക്കൊപ്ര വീട്ടിലാണെങ്കിൽ അല്ല മറ്റേ സിനിമയിൽ പറയില്ലേ മേരിക്കുണ്ട് ഒരു കുഞ്ഞാടില്. നാളത്തെ സൂപ്പർ ഫാസ്റ്റ് തന്നെ പൊക്കോണം. പറഞ്ഞു വന്നത് മനസ്സിലായി. എന്നിട്ടാ നാളത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ് എന്ന് പറഞ്ഞ പോലെ ഇത് സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റാ അല്ലേ? ചമ്മന്തി അത് തീർത്ത് കഴിച്ചോ. കൊതിയ ഈ സാധനം കേട്ടാ. കഞ്ഞിയേക്കാളും സൂപ്പർ പറഞ്ഞ പോലെ ഇതല്ലേ ചോറല്ലേ? ഇങ്ങനെ ഈ കൂട്ടാനേ ഇങ്ങനെ കുഴമ്പായി കാരണം ചമ്മന്തി എടുത്തോ. അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. ചമ്മന്തി കഴിയും. ചമ്മന്തി കിട്ട നിങ്ങൾക്കുള്ള ചമ്മന്തി ഉണ്ടാവില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇനി ഇവർ വീട്ടിൽ നിന്നിട്ട് കഴിയും. അപ്പോൾ നിർത്താം. ഈ പാചകം നിങ്ങൾ ചെയ്ത് നോക്കാം. ഈ ചമ്മന്തി നോക്കി നോക്കാം. ഈ സമയത്താണ് കശുവണ്ടി ഇഷ്ടം പോലെ കിട്ടുന്ന ടൈം ഇടാം. അപ്പോൾ വേസ്റ്റ് ആക്കണ്ട. കുഴപ്പം ചില വീടുകളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ വിറകടുപ്പിൽ ഇങ്ങനെ ചട്ടിയിൽ വെക്കണ ആ ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ നമ്മളിത് കുക്കറിൽ വെക്കാറില്ലേ? പക്ഷെ അതിനേക്കാൾ എത്രയോ ടേസ്റ്റ് അപ്പൊ ഈ സാധനം ഇങ്ങനെ വെച്ചപ്പോ. ഇപ്പൊ നിർത്താട്ടാ. അപ്പം അടുത്ത വീട്ടിലേക്ക് പോവാൻ അടുത്ത വീഡിയോ കാണുന്നവരെ ആരെടുക്കാൻ വേണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ശരി നിർത്താണെന്ന് പറയില്ലേ ചേട്ടൻ? ലാസ്റ്റ് ഭയങ്കര വിഷമമാണ് വീഡിയോ കഴിഞ്ഞല്ലോ എന്ന് ആലോചിച്ചിട്ട്. അയ്യോ അതാരാ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ? എനിക്ക് മതി, ഞാൻ അടുക്കള വീട്ടിൽ പോയി കഴിച്ചോളാം. ഇനിയപ്പോൾ ബാക്കിയുള്ള അണ്ടി പല്ലി തിന്നട്ടല്ലേ. അപ്പോൾ നിർത്താം. അടിപൊളി.